ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സർക്കുലേറ്ററി മീഡിയം ആയിട്ട് ബ്ലഡ് ഉള്ളത് കൊണ്ട് ഇവിടെ ഹിയർ വി ക്യാൻ സീ എ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. അപ്പോൾ നിയറസിൻ്റെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം കാണാം. മറ്റ് ലോവർ ഫൈലത്തിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി വരികയാണല്ലോ, ടാക്സോണമിക്കൽ ഹൈറാർക്കി കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു വെൽ ഡെവലപ്ഡ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം കാണാം, സർക്കുലേറ്ററി സിസ്റ്റമായിട്ട്. ആൻഡ് ഹിയർ ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ക്ലോസ്ഡ് ടൈപ്പ്. അപ്പോൾ ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ഡെഫിനിറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ കൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീഡിയം ആയിട്ട് ബ്ലഡ് ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് വെൽ ആസ് കളക്ടിങ് ബ്ലഡ് വെസൽസ് ഉണ്ട്. There is a network of capillaries connecting the collecting as well as distributing vessels. ഇത്രയും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് വാസ്കുലർ സിസ്റ്റമാണ് നീറസിൽ കാണുന്നത്. പക്ഷേ ട്രൂ ഹാർട്ട്, ഡിസ്റ്റിങ്ക്റ്റ് ട്രൂ ഹാർട്ട് ഇസ് ആബ്സെന്റ്. അപ്പോൾ ഹാർട്ടില്ല, പക്ഷെ ബ്ലഡും ബ്ലഡ് വെസൽസും മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ബ്ലഡ് വാസ്കുലർ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് നീറസിൽ കാണുന്നത്. ഓക്കെ, നോ ഡെഫിനിറ്റ് ഹാർട്ട് ഇസ്. പക്ഷെ ബ്ലഡ് ഉണ്ട്, ബ്ലഡ് ഇസ് എ റെഡ് കളേർഡ് ഫ്ലൂയിഡ്, അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. കാരണം എന്താ, ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ റെഡ് കളേർഡ് റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഡിസോൾവഡ് ആണ്. ഓക്കെ, സോ ദ ബ്ലഡ് ഇറ്റ് ഇസ് റെഡ് ഇൻ കളർ. പിന്നെ ബ്ലഡിൽ ഒരുപാട് സെൽസ് ഉണ്ട്, കളർലെസ് ആയിട്ടുള്ള അമീബോയിഡ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്, സെൽസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പെക്യൂലിയാരിറ്റി എന്താ വെച്ചാൽ ദേ ആർ ഫാഗോസൈറ്റിക്. ഫാഗോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അൺവാണ്ടഡ് സബ്സ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി, ഫാഗോസൈറ്റിക് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹീമോഗ്ലോബിൻ ഡിസ്പ്ലേസ് എ മേജർ റോൾ ഇൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, റെസ്പിറേറ്ററി ഗ്യാസസ്, അതേമാതിരി ബ്ലഡിൽ കൂടെയാണ് ന്യൂട്രിയൻസും നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഏതിൽ കൂടെയാണ്, ഈ ബ്ലഡ് എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിറ്റ് ഹാർട്ട് ഇല്ലെങ്കിൽ പോലും ദർ ആർ ഡെഫിനിറ്റ് ബ്ലഡ് വെസൽസ്, ഡോർസൽ വെൻട്രൽ വെസൽസ് ഉണ്ട്. ഇതിൻ്റെ കൺട്രാക്ഷനാണ് ഈ പ്രത്യേകിച്ച് ഡോർസൽ വെസലിൻ്റെ കൺട്രാക്ഷനാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇതിൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബ്ലഡ് വെസൽസ് നോക്കിക്കഴിഞ്ഞാൽ നീറസിൻ്റെ ബോഡിയിൽ ദർ ആർ 3 മേജർ ബ്ലഡ് വെസൽസ്. ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള 3 മേജർ ബ്ലഡ് വെസൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഓർഗാനിസത്തിൻ്റെ ഡോർസൽ സൈഡിൽ കാണുന്ന ഡോർസൽ ബ്ലഡ് വെസൽ ഉണ്ട്. പിന്നെ വെൻട്രൽ സൈഡിൽ എലിമെൻ്ററി കനാലിൻ്റെ താഴ്ഭാഗത്ത് വെൻട്രൽ ബ്ലഡ് വെസൽ ഉണ്ട്. പിന്നെ നെർവ് കോഡ്, വെൻട്രൽ നെർവ് കോഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പെരി ന്യൂറൽ ബ്ലഡ് വെസൽ ഉണ്ട്. ഇങ്ങനെ 3 മേജർ ടൈപ്പ് ഓഫ് ബ്ലഡ് വെസലാണ് നീറസിൻ്റെ ബോഡിയിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡോർസൽ ഇറ്റ് ഇസ് സീൻ എബവ് ദി എലിമെൻ്ററി കനാൽ, വെൻട്രൽ വൺ ഇറ്റ് ഇസ് സീൻ ബിലോ ദി എലിമെൻ്ററി കനാൽ, പെരിന്യൂറൽ വെസൽ ഇറ്റ് ഇസ് സറൗണ്ടിങ് ദി വെൻട്രൽ നെർവ് കോഡ്. ഇനി ഈ ഒരു ബ്ലഡ് വെസൽസ് അത് നമ്മൾ ഇൻഡസ്റ്റൈനൽ റീജിയനിൽ നോക്കുകയാണെങ്കിൽ ഇൻ ദ ഇൻഡസ്റ്റൈനൽ റീജിയൻ ദ ഡോർസൽ ബ്ലഡ് വെസൽ they act as collecting blood vessel, കാരണം ഇതിൽ നിന്നും ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യണം. സോ ഇൻ ദ ഇൻഡസ്റ്റൈനൽ റീജിയൻ ദ ഡോർസൽ ബ്ലഡ് വെസൽ ആക്ട് ആസ് കളക്ടിങ് വെസൽ. അതിനൊരു ചെറിയൊരു കൺട്രാക്റ്റബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾസോ ആക്ടിങ് ആസ് എൻ അൺസ്പെഷ്യലൈസ്ഡ് ഹാർട്ട്. ബട്ട് പ്രീ ഇൻഡസ്റ്റൈനൽ റീജിയൻ, ഇൻഡസ്റ്റൈനൽ റീജിയൻ്റെ മുന്നേ പ്രീ ഇൻഡസ്റ്റൈനൽ റീജിയൻ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസൽ. അത് ശ്രദ്ധിക്കുക, ഇൻഡസ്റ്റൈനിൽ കളക്റ്റിംഗ് ആവുന്നത് എന്തുകൊണ്ടാണ്, ബ്ലഡിലേക്കാണ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്ത് കളക്റ്റിംഗ് ആയിരിക്കും. ബാക്കി പെരി ഇൻഡസ്റ്റൈനൽ റീജിയൻ അല്ലെങ്കിൽ പ്രീ ഇൻഡസ്റ്റൈനൽ റീജിയനിൽ ഇത് ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസൽ തന്നെയാണ്. ഇനി വെൻട്രൽ വെസൽ നോക്കുന്ന സമയത്ത്
അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആണ്, നോൺ കൺട്രാക്റ്റൈൽ ആണ്, ഓർ സ്ലൈറ്റ്ലി കൺട്രാക്റ്റൈൽ ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസലാണ് വെൻട്രൽ വെസൽ. ഇനി പെരിന്യൂറൽ വെസൽ, ഇറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ആസ് എ കളക്ടിങ് വെസൽ. അതായത് ബോഡിയുടെ വെൻട്രൽ പാർട്ട്, ബോഡി വാൾ, വെൻട്രൽ ബോഡി വാള്, ആ ഭാഗത്തുനിന്ന് വെൻട്രൽ റീജിയൻ നിന്നൊക്കെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അത് വെൻട്രൽ വെസലിലേക്ക് അതിനെ എംപ്റ്റി ചെയ്യും. അങ്ങനെയുള്ള കളക്ടിങ് ബ്ലഡ് വെസലാണ് ഏത് പെരിന്യൂറൽ വെസൽ. അപ്പോൾ ന്യൂറസിൻ്റെ ബോഡിയിൽ ചിലപ്പോൾ എന്താണ് ചില ബ്ലഡ് വെസൽസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആണെങ്കിൽ ചിലത് ഏതായിരിക്കും കളക്ടിങ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ബ്ലഡ് ഫ്ലോൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡോർസൽ ബ്ലഡ് വെസലിൽ എപ്പോഴും ഇറ്റ് ഫ്ലോസ് ഫ്രം ബിഹൈൻഡ് ടു ഫോർവേഡ്, പിന്നിന്ന് മുന്നിലേക്കാണ്. ഓക്കെ, ഇനി വെൻട്രൽ നോക്കിക്കഴിഞ്ഞാലോ ഫ്രം ബിഫോർ ടു ആൻറ്റീരിയർ എൻഡ് ടു പോസ്റ്റീരിയർ എൻഡ് ആയിരിക്കും. ഇനി ഏനൽ റീജിയനിൽ ദ ഡോർസൽ ആസ് വെൽ ആസ് വെൻട്രൽ ബ്ലഡ് വെസൽസ് ദേ ആർ കണ്ടിന്യൂസ്. ഇങ്ങനെ they will be continuous, forming a circumrectal ring vessel connecting the dorsal as well as the ventral blood vessel. Okay, ഇനി നമ്മൾ ഈ ഒരു ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം, ഹൗ ദ ബ്ലഡ് ഈസ് ബീങ് കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് പഠിക്കേണ്ടി വരും. അതായത് ഇൻഡസ്റ്റൈനൽ റീജിയനിൽ ഉള്ള പോലെയല്ല ഏത് പ്രീ ഇൻഡസ്റ്റൈനൽ റീജിയൻ, നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇൻഡസ്റ്റൈനൽ റീജിയനിൽ ഡോർസൽ 1 കളക്റ്റിംഗ് ആണെങ്കിൽ പ്രീ ഇൻഡസ്റ്റൈനൽ റീജിയനിൽ ഡോർസൽ ബ്ലഡ് വെസൽ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസലാണ്. ഓക്കെ, ബാക്കി എല്ലാ സ്ഥലത്തേക്കും ബ്ലഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ ഇത് കളക്റ്റിംഗ് ബ്ലഡ് വെസൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ട് സെക്ഷനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, സോ intestinal region നോക്കിക്കഴിഞ്ഞാൽ intestinal region you can see the dorsal blood vessel, you can see the ventral blood vessel and the perineural blood vessel. The dorsal blood vessel, it receives two pairs of dorsal intestinal, also called as the efferent intestinal, two pairs. അപ്പോൾ മൊത്തം 4 efferent intestinal blood vessel it is received by the dorsal vessel. ഇപ്പോൾ ഇവിടുന്ന് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ഇതിനെ ഡോർസൽ ഇതിലേക്ക് എംപ്റ്റി ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ കളക്ടിംഗ് വെസൽ എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ഇസ് കളക്റ്റഡ് ഫ്രം ദി ഇൻഡസ്റ്റൈനൽ റീജിയൻ ത്രൂ ദ 2 pairs of efferent intestinal vessel. ഓക്കെ, ഫ്രം ദ ഇൻഡസ്റ്റൈനൽ വാൾ. ഇനി നമ്മൾ വെൻട്രൽ ബ്ലഡ് വെസൽ നോക്കുകയാണെങ്കിൽ ദ വെൻട്രൽ ബ്ലഡ് വെസൽ ഇറ്റ് റിസീവ്സ് എ പെയർ, ഈ സൈഡിൽ നിന്ന് അതേമാതിരി ഈ സൈഡിൽ നിന്ന് it receives a pair of efferent segmental vessel from the body wall as well as certain internal organs. So each segmental vessel it is formed by the fusion of an efferent integumentary vessel coming from the skin portion, അല്ലെങ്കിൽ cutaneous ഒന്നും പറയാം, from the skin and the body wall. Then efferent parapodial vessel, parapodial എന്ന് വരുന്നത് ഓക്കെ, and efferent nephridial vessel coming from the nephridia. ഓക്കെ, ഇങ്ങനെയുള്ള 3 ബ്ലഡ് വെസലിൽ കൂടി ചേർന്നിട്ട് അതേമാതിരി ഈ സൈഡും ഉണ്ടാവും, കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത് efferent segmental vessel. ഇങ്ങനെയുള്ള 1 pair it is received by the ventral blood vessel. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ള ബ്ലഡൊക്കെ കളക്ട് ചെയ്ത് വെൻട്രൽ ബ്ലഡ് വെസലിലേക്ക് എത്തിക്കും. ഓക്കെ, now this ventral blood vessel it supplies blood to the intestine. intestine blood കിട്ടണം അല്ലേ, intestineലേക്ക് blood supply ചെയ്യുന്നത് by means of a paired lateral vessel called as the ventrointestinal vessel അല്ലെങ്കിൽ afferent intestinal vessel. Through a pair the blood is supplied to the intestine. Okay, ഇനി the dorsal blood vessel after receiving the blood from the intestine it gives off a pair of afferent segmental vessel. ഓരോ സെഗ്മെന്റിലും it gives to both the sides, ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും a pair of afferent segmental vessel. ഓക്കെ, ആദ്യത്തെ ഒരു 4-5 സെഗ്മെന്റിൽ ഉണ്ടാവില്ല,
intestinal segmental ഉണ്ടാവും. ബാക്കി എല്ലാത്തിലും ഉണ്ടാവും. Okay. So this afferent segmental vessel, it supplies blood to body wall, nephridia and parapodia. Okay. By means of small blood vessels like the afferent integumentary അല്ലെങ്കിൽ afferent cutaneous, then അത് സ്കിന്നിലേക്കും ബോഡി വോളിലേക്കും, then പാരപ്പോഡിയയിലേക്ക് afferent parapodial and nephridiയയിലേക്ക് afferent nephridial vessel. Okay. So this afferent vessels ഓരോ ഓർഗനിൽ എത്തുന്ന സമയത്തും it divides and redivides forming capillary networks. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഓർഗനിലെ കാപ്പിലറി നെറ്റ്വർക്ക്സ് ആയിട്ട് ബ്ലഡ് വെസൽസ് അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫോമിങ് ദ ഇഫറൻറ്റ് വെസൽ. ഓക്കെ. സോ അപ്പോൾ ഇവിടെ ഒരു നെർവ് ബ്ലഡ് വെസൽസ് ദേ ഫോം എ പ്ലെക്സസ്, ഓക്കെ, ജസ്റ്റ് ബിഹൈൻഡ് ദി സ്കിൻ. It is ending in capillaries and starting in capillaries. Okay. So ഇനി ഒരു ആദ്യത്തെ 4-5 സെഗ്മെന്റ് ഒഴിച്ചിട്ട് the dorsal and the ventral blood vessels, they are connected together by means of a pair of lateral loop, also called as a commissural loop അല്ലെങ്കിൽ circumintestinal blood vessel. ആദ്യത്തെ 3-4 സെഗ്മെന്റ് ഒഴിച്ചിട്ട് ഇവിടെ അത് കാണാം. the dorsal and ventral blood vessels connected through the commissural loop or the circumintestinal blood vessel. അപ്പോൾ നിങ്ങൾ ഈ ഇവിടെയും എന്ത് ചെയ്യണം, ഈ ഒരു വെസൽ വരയ്ക്കുക. അതേപോലെ ഈ സൈഡിലും ആ വെസൽ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ. സോ നമ്മളുടെ ടെക്സ്റ്റിൽ ഈ ഒരു ഡയഗ്രത്തിൽ ഇതേപോലെ ഈ circumintestinal ലൂപ്പ് വരയ്ക്കുക. ഇവിടെയും അതേപോലെ ഈ സൈഡിലും ഈ സൈഡിലും വരയ്ക്കും. ഓക്കെ. So the dorsal and ventral blood vessels, they are connected together by means of commissural loop or circumintestinal blood vessels. Okay. ഇനി നമ്മൾ പ്രീ ഇൻറ്റസ്റ്റൈനൽ റീജിയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ. the dorsal vessel, it is acting as a distributing vessel. Here ഈ ഡോർസൽ ബ്ലഡ് വെസലിന് റൈസസ് എ പെയർ ഓഫ് ബ്ലഡ് വെസൽസ് called as a afferent enteric അല്ലെങ്കിൽ afferent esophageal vessel. It supplies blood to the intestine. Okay. Now this branches out into capillaries in the various part of the alimentary canal. Esophagus അതേമാതിരി buccal cavity ആ ഭാഗങ്ങളിലൊക്കെ. Okay. Now ഈ blood, it is carried back to the ventral blood vessel by means of the efferent enteric vessel or efferent esophageal vessel. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഡോർസൽ ബ്ലഡ് വെസലിന് രണ്ട് സൈഡിലേക്കും there will be a pair of afferent segmental vessel. അത് ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. one goes to the skin and body wall, another one to the parapodia, another one to the nephridia. അത് കഴിഞ്ഞിട്ട് വീണ്ടും efferent vessels ആയിട്ട് efferent parapodial, efferent nephridial, efferent segmental vessel ജോയിൻ ചെയ്തിട്ട് efferent parapodial, efferent nephridial and efferent integumentary vessel joining together to form the efferent segmental vessel, and it empties into the ventral blood vessel. പെരിന്യൂറൽ നമ്മൾ പറഞ്ഞു വെൻട്രൽ ബോഡി വാളിനൊക്കെ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് വെൻട്രൽ ബ്ലഡ് വെസലിലേക്ക് എംപ്റ്റി ചെയ്യുന്നതാണിത്. പിന്നെ ദ ഡോർസൽ ആൻഡ് വെൻട്രൽ ബ്ലഡ് വെസൽസ്, ദേ ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ദ circumintestinal blood vessel or the commissural loop. രണ്ട് സൈഡിലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിയറസിൻ്റെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. ഈ ഇൻഡസ്റ്റൈനൽ റീജിയനും പ്രീ ഇൻഡസ്റ്റൈനൽ റീജിയനത്തെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് എന്താണ്, ഡോർസൽ ബ്ലഡ് വെസൽ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു, കാരണം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്. ഇവിടെ സാധാരണ രീതിയിൽ ഇതൊരു ഡിസ്ട്രിബ്യൂട്ടിംഗ് വെസലായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഈ ഭാഗത്ത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ. സോ ദിസ് ഇസ് ഹൗ ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ദ നിയറസ് വർക്ക്സ്. അപ്പോൾ ഡയഗ്രാം രണ്ടും കാണാതെ പഠിക്കുക, ഇത് വരയ്ക്കുക, അത് മാർക്ക് ചെയ്യുക, ബാക്കി എല്ലാ ബ്ലഡ് വെസൽസും മാർക്ക് ചെയ്യാൻ പഠിക്കുക. രണ്ട് ഡയഗ്രാം പഠിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.